ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ ഉണ്ടാവാൻ കഴിയത് ഒരു ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു ശാഖയിലും ഒരു മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ലാത്ത എനിക്ക് ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. എങ്കിലും പറഞ്ഞു കേട്ടാൽ അത് നടത്തിയവരെ ബഹുമാനിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. തന്നെയുമല്ല, ഞാനിങ്ങനെ ഒരു മനക്കണക്ക് കൂട്ടി നോക്കാറുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ ഇന്നുവരെ 47 തൊട്ട് കൂട്ടിക്കോട് വരെ മുമ്പ് പണിയെടുത്തുള്ളൂ വലിയ വലിയ കുറ്റങ്ങളിൽ പങ്കാളികളായവർ, ആത്മഹത്യ ചെയ്തവർ, ആ ആളുകളുടെ പട്ടികയിൽ ഏതെങ്കിലും ഒരു സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ എത്ര ശതമാനമുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തി നോക്കിയാൽ സംഘം കേരളത്തിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മൊത്തം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലം എന്താണ് എന്ന് മനസ്സിലാക്കും. 1% കൂടുതൽ വരില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മനുഷ്യ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൽ ഈ ഒരു പ്രസ്ഥാനം വഹിച്ച പങ്കിൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അത് പല രൂപങ്ങളിൽ ആദ്യകാലങ്ങളിൽ തന്നെ പ്രകടമായിരുന്നു. 1939 ജനിച്ച എനിക്ക് 5-6 വയസ്സ് തൊട്ട് ഒരു ഗീതമായ ശാഖ അല്ലെങ്കിലും ഒരു ഗുരുനാഥൻ്റെ മുൻപിൽ ദിവസേന 3 കൊല്ലക്കാലം ചെന്നിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ കൂടെ 8-10 കുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു അദ്ദേഹം. വീട്ടിൻ്റെ മുൻപിൽ പോയി മുറ്റത്തിരിക്കണം. മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് പറയുക. അദ്ദേഹം ശാന്തിക്ക് പുറപ്പെടുന്നതിന് മുൻപ് പോയി ഇരുന്നാൽ പഠിപ്പിക്കുന്നത്, ആദ്യം പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, സൂര്യഗായത്രിയാണ്. അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല അന്നും. പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് ശ്രീരാമചന്ദ്രനാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നോ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാവേണ്ടത് എന്നൊന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 2-3 കൊല്ലം കൊണ്ട് ഈ ഏതാണ്ട് കാവ്യം വരെ സംസ്കൃതം പഠിപ്പിച്ച് ഇനിയൊക്കെ നിങ്ങൾ മതി എന്ന് പറഞ്ഞ് ഹൈസ്കൂളിലേക്ക് പുഴ കടന്നു പോകാൻ ബാധ്യസ്ഥരായ കാലം തൊട്ട് ഞങ്ങളെ അകറ്റിയ അദ്ദേഹമാണ് എൻ്റെ അറിവിനും നിലപാടുകൾക്കും അടിത്തറ പാകിയ ഒരാൾ. ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ശാഖയാണ് അത് എന്ന രീതിയിലാണ്. എൻ്റെ സ്വഭാവത്തെ അദ്ദേഹം രൂപീകരിച്ചു എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം വല്ലപ്പോഴും പൊട്ടിച്ചു തന്ന പ്രസാദത്തിൻ്റെ മധുരവും അതിലൂടെ എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം ഓർമ്മ വെച്ച് പറയുമ്പോൾ സമ്മാനമായി തന്ന ഒരു ചെറിയ ചിരിയും, അതായിരുന്നു പ്രചോദനം. ആ പ്രചോദനം കൊണ്ടാണ് അക്ഷരം കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം ആരംഭിച്ച് ഞാൻ മുന്നോട്ട് വരുന്നതും അത് ചെയ്യുന്നതും. പിന്നെ ആദ്യമായി എനിക്ക് കണ്ടുകിട്ടുന്ന ഒരു സ്രോതസ് MA സാറായിരുന്നു. കോഴിക്കോട്ട് പഠിക്കാൻ പോയ കാലത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കളിക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ പലപ്പോഴുമൊക്കെ പല ക്ലാസ്സുകളെടുത്ത് ഞങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ഈ മതത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നിരുന്നത്. പിന്നീട് എനിക്ക് പരിചയപ്പെട്ടിടയായ മഹാശിവൻ നാരായണജിയായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സംശയ നിവാരണത്തിന് മാത്രമല്ല, ഒരു മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പല ഉപദേശങ്ങളും നൽകുവാനും മുൻകൈയെടുത്തു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയ മറ്റൊരു ഘടകമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കൂടി ഈ സംഘത്തിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് നേരെ.
എൻ്റെ ജനനം എന്ന് പറയുന്നത് 39 കഴിഞ്ഞിട്ട് ഏതാണ്ടൊരു 50-60 വരെയുള്ള കാലത്താണ് കേരളത്തിലെ അടിസ്ഥാനപരമായ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലുള്ള എല്ലാ മാറ്റങ്ങളും അതിക്രൂരമായി അരങ്ങേറിയത് എന്നുള്ളതാണ് നേരം. പഴയ സമൂഹമൊക്കെ ഇല്ലാതായി, കൂട്ടുകുടുംബങ്ങളില്ലാതായി, ബന്ധങ്ങളില്ലാതായി, സ്ഥിതിഗതികൾ ആകെ മോശമായി, ക്ഷാമം വന്നു, അങ്ങനെ നാശം വന്ന ഒരു കാലമായിരുന്നു അത്. ആ കാലത്ത് സമുദായ ശിഥിലീകരണം ഉണ്ടാവുകയും കുടുംബങ്ങൾ തകരുകയും ഒക്കെ ചെയ്തപ്പോൾ കുട്ടികൾക്ക് ആ തകർച്ചയിൽ നിന്ന് കരകയറി നിൽക്കാനുണ്ടായിരുന്ന ഒരേ ഒരു സങ്കേതമായിരുന്നു ഈ പഠിപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് മാത്രം കാലുറച്ച് നിന്ന ആളുകൾ ഒരുപാട് ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഈ മഹാകാര്യം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളെ വളരെ കൃതജ്ഞതാപൂർവ്വം നമസ്കരിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ആ ഗുരുനാഥന്മാരത് വളരെയേറെ സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കഴിയും വേഗം പുറത്തു വരികയും അത് മറ്റ് ഭാഷകളിൽ കൂടി ഒരുമിച്ച് പുറത്തു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഭാഗമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ പരിവർത്തനോന്മുഖമായ സമീപന രീതിക്ക് ആമുഖവും വഴിയും മരുന്നും ഒക്കെ ഇട്ടത് ആരാണ്, എങ്ങനെയാണ് എന്ന കാര്യം നാളെ വരാൻ പോകുന്നവർക്ക് ഒരു പാഠമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ വൈകുന്നേരത്തിൽ ഇതിലേറെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ കൂടെ ആരൊക്കെ എക്കാലത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവോ അവരെയൊക്കെ കേരളത്തിലെ ഇന്നലെ വരെ ഉണ്ടായ മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വഭാവ രൂപീകരണത്തിന് സഹായിച്ചതിൻ്റെ പേരിലും നാളെ ഉണ്ടാകാൻ പോകുന്നവർക്ക് മാർഗദർശകമായ രീതിയിൽ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈശ്വരസ്തുതിയോടെ നമസ്കാരം.